അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും സുഖമല്ലേ? ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കമ്പനിയിലൂടെ അറിയിക്കണം കേട്ടോ. 3ാം ക്ലാസ്സിലെ ഖുർആൻ തദ്രീബ് തിലാവ പിന്നെ ഹിഫ്ള് തുടങ്ങിയവയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് ടോട്ടൽ 100 മാർക്കിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത്. 50 മാർക്ക് ഖുർആനിനും 50 മാർക്ക് ഹിഫ്ളിനും. അപ്പോൾ ഖുർആനിൽ തന്നെ റിട്ടൺ എക്സാമും ഓറൽ എക്സാമും ഉണ്ട്. ഖുർആനിന് അതുപോലെ തദ്രീബ് തിലാവ ടോട്ടൽ 10 മാർക്കാണുള്ളത്. ഇവിടെ ഒരു 6 മാർക്കുണ്ട്, ഇവിടെ 2 മാർക്ക്, ഇവിടെ 2 മാർക്ക്, ടോട്ടൽ 10 മാർക്കിനാണ് പിന്നെ തദ്രീബ് തിലാവയുടെ ക്വസ്റ്റ്യൻസൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്നുള്ളത്. ഒന്നാമത്തത് ഉദാഹരണങ്ങളിൽ നിന്നും ഹുറൂഫുൽ ലിസാൻ എടുത്തെഴുതാം. അപ്പോൾ ഇവിടെ കുറേ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഉദാഹരണങ്ങളിൽ നിന്ന് ആ ഉദാഹരണങ്ങളിൽ വന്നിട്ടുള്ള ആ പദത്തിൽ വന്നിട്ടുള്ള നാവിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എടുത്തെഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തത് ബഅസ, ബ, ഐന്, സ 3 അക്ഷരങ്ങളുണ്ട്. ഈ 3 അക്ഷരങ്ങളിൽ നിന്ന് ഏതാണ് നാവിൽ നിന്നും പുറപ്പെടുന്ന അക്ഷരം? ലിസാനിൻ്റെ ഹർഫ് ഏതാണ്? അത് സ ആണ്. രണ്ടാമത്തത് അസ്വാബ, സ്വാദ്. മൂന്നാമത്തത് ഫതുബിഅ, ത്വാ. നാലാമത്തത് മുബീന്, നൂന്. 5 അഹദൻ, ദാല്. 6 ഷിഹാബൻ, ഷീന്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഉത്തരങ്ങൾ. ഇനി രണ്ടാമത്തെ സെക്ഷനിൽ ഹുറൂഫുൽ ജൗഫിന് അൽ മദ്ദിയ റൗണ്ട് ചെയ്യാം. ഇപ്പോൾ മദ്ദിൻ്റെ അക്ഷരങ്ങൾ നീട്ടാൻ വേണ്ടി ഉള്ള അക്ഷരങ്ങൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് മാത്രം റൗണ്ട് ചെയ്യാം. അപ്പോൾ അതിന് ഹുറൂഫുൽ ജൗഫ് എന്നും ഹുറൂഫുൽ മദ്ദെന്നും പറയും, മദ്യായ അക്ഷരങ്ങളെന്ന് പറയും. അപ്പോൾ ഒന്നാമത്തതിൽ ഓഹിയ എന്നതിൽ ഓനെ നീട്ടാൻ വന്നിട്ടുള്ള വാവാണ് അതിൻ്റെ മദ്യായ ഹർഫ്. അപ്പോൾ അതിനാണ് നമ്മൾ റൗണ്ട് ചെയ്യേണ്ടത്. ഒറ്റൊരക്ഷരം അതിന് ശരിയായ ഉത്തരത്തിന് മാത്രമേ റൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. അതിന് മാത്രം റൗണ്ട് ചെയ്താലേ മാർക്ക് ഉണ്ടാവുള്ളൂ. 2 അക്ഷരത്തിന് കൂട്ടിയിട്ട് റൗണ്ട് ചെയ്താലൊന്നും മാർക്ക് ഉണ്ടാവില്ല. രണ്ടാമത്തത് യഹ്ദി എന്നുള്ളതിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. കാരണം നമ്മൾ പിന്നെ യാവും ഈ ആണ് ഏത് യാ ആണെന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും മദ്ദിൻ്റെ അക്ഷരം. കാരണം നമ്മൾ ഹുറൂഫുൽ മദ് അല്ലെങ്കിൽ ഹുറൂഫുൽ ജൗഫിൻ്റെ അക്ഷരം 3 എണ്ണമാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? അലിഫും വാവും യാവും ആണ് പഠിച്ചത്. അപ്പോൾ ഇതിലേതാണ് എന്നുള്ളതിൽ നമ്മൾക്ക് എന്തുണ്ടാവും? ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല. കാരണം ഈ അലിഫും ഈ വാവും യാവും നീട്ടാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഹുറൂഫുൽ ജൗഫായിട്ട് മാറുള്ളൂ. ഓക്കെ, മറ്റുള്ള സ്ഥലങ്ങൾ ഫത്തഹും കസറും ദമ്മും അക്ഷരങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതെന്തല്ല, മദ്ദിൻ്റെ അക്ഷരമല്ല. ഇവിടെ യാഇനാണ് ഈ ദീന് നീട്ടാൻ വന്ന യാഇനാണ് എന്തുള്ളത്, മദ്ദിൻ്റെ ഡ്യൂട്ടികൾ അല്ലേ. അപ്പോൾ ആദ്യത്തെ യാഇന് ഫത്തഹ് ഉണ്ട്, അതുകൊണ്ട് അതെന്തല്ല, മദ്ദിൻ്റെ യാ അല്ല. ഇവിടെ പിന്നെ ദീന നീട്ടാൻ വന്നത് ആരാണ്? ഈ ആണ് ദീ. അപ്പോൾ ഈ ആയിനാണ് റൗണ്ട് ഇടേണ്ടത്. ഓക്കെ, അടുത്തത് 3ാമത്തെ ചോദ്യം. താഴെ കോളത്തിലുള്ള അക്ഷരങ്ങളിൽ നിന്ന് ഹുറൂഫ് ഷഫത്തൈനി തിരഞ്ഞെടുക്കാം. ഹുറൂഫ് ഷഫത്തൈനി എന്ന് പറഞ്ഞാൽ ചുണ്ടുകളുടെ അക്ഷരമാണ്. 1ാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ചുണ്ടുകളുടെ അക്ഷരം 4 എണ്ണമാണ്: വാവ്, ഫ, മീമ്, ബാ. അപ്പോൾ ഇത് വാവ് നമ്മൾ 2 പാഠത്തിൽ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ പഠിക്കുന്നത് നീട്ടാൻ വേണ്ടിയിട്ടാണ്. ഷഫത്തൈനിൻ്റെ നമ്മൾ പഠിക്കുമ്പോൾ ഇതിന് ഒന്നെങ്കിലും ഫത്തഹ്, കസർ, ലമ്മ്, സുക്കൂന് ഏതെങ്കിലും 4-1 ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ്? താ എന്നുള്ളത് ലിസാനാണ് അല്ലേ. ഫ എന്നുള്ളത് ചുണ്ടാണ്. ഖാഫ് ലിസാന്, ലാ ലിസാന്, സായി ലിസാന്, ബാ ഷഫത്തൈനി, കാഫ് ലിസാന്, വാദ് ലിസാന്. അപ്പോൾ ഇതിൽ 2 എണ്ണം മാത്രമാണ് എന്ത് ഹുറൂഫ് ഷഫത്തൈനി വന്നിട്ടുള്ളൂ. അതേതൊക്കെയാണ്? ഫാവും ബാവും. ഓക്കെ, ഇതാണ് എഴുത്ത് പരീക്ഷ ഉള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത്രയും എഴുതിയാൽ 10 മാർക്ക് അവിടെ കിട്ടും കേട്ടോ. ഇനി ഖുർആൻ ഓത്തിൻ്റെ പരീക്ഷയാണ്. ഓത്തിൻ്റെ പരീക്ഷ എങ്ങനെയൊക്കെയാണ് ചോദ്യം വന്നിട്ട് നോക്കാം. കുട്ടികളെ ഒന്നിച്ചിരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്ന ആയത്ത് മുസ്ഹഫിൽ നോക്കി ഓദിക്കാം. ഏതാണ് ഓതേണ്ടത്? സൂറത്തുൽ മുദ്ദസ്സിറിൽ നിന്ന് 52 മുതൽ 56 കൂടിയ ആയത്തുകളാണ് ഓതേണ്ടത്. ബൽ യുരീദ് മുതൽ വാഹലുൽ മഗ്ഫിറ എന്നതുവരെ ഓതണം. അപ്പോൾ മാർക്ക് എങ്ങനെയൊക്കെയാണ്? മാർക്ക് മാനദണ്ഡം, മാർക്ക് ലഭിച്ച മാർക്ക്. ഒന്നാമത്തത് അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാതെ പാരായണം ചെയ്താൽ 25 മാർക്ക് കിട്ടും. അതായത് സ്റ്റെക്ക് ഉണ്ടാകാൻ പാടില്ല, വൃത്തി ഉണ്ടാവണം, അക്ഷരങ്ങൾ മാറാൻ പാടില്ല. ആ ആയത്തിലൊക്കെ യഹാഫൂന എന്നുള്ളത് പലരും യനാഫൂന നൂനാക്കിയിട്ട് ഓതുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ ക്ലാസ്സിൽ വെച്ചിട്ട് തന്നെ ഉസ്താദുമാർ പിന്നെ ഡൗട്ട്സും പിന്നെ ഖുർആനിലുള്ള യഹാഫൂന എന്നുള്ള കലിമത്തൊക്കെ വിശദീകരിച്ച് കൊടുത്തു കഴിഞ്ഞതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് പല കുട്ടികൾക്കും ഇപ്പോഴും കിട്ടുന്നില്ല എന്നുള്ള കാര്യം കൂടി അറിയാൻ രക്ഷിതാക്കളും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ടാമത്തത് പാരായണത്തിൽ ഇവയുടെ മഖ്റജുകൾ പ്രത്യേകം പരിഗണിക്കണം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള അക്ഷരങ്ങൾ അവർ ഓതുന്ന സമയത്ത് അവർ അത് കൃത്യമായിട്ടാണോ മഖ്റജിൽ നിന്ന് തന്നെ അവർ അത് ഓതുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഉസ്താദ്മാരാണോ പരീക്ഷ നടത്തുന്നത് അവരെന്താക്കണം ശ്രദ്ധിച്ചിട്ട് അതിന് പ്രത്യേകമായിട്ടുള്ള മാർക്ക് കൊടുക്കണം. ബാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഇന് 3, ദാക്ക് 3, സ്വാദിന് 3, ഷീനിന് 3, വാവിന് 3. വാവ് എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ വാവാണ്, നീട്ടാൻ വേണ്ടിയിട്ടുള്ള വാവാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ ടോട്ടൽ ഇവിടെ 25, ഇവിടെ 15, 25, 40 മാർക്ക്
ഇവിടെ ഉണ്ട്. അപ്പോൾ നേരത്തെ 10 ഇവിടുത്തെ 40 50 മാർക്ക് ഖുർആനിന് മൊത്തം. ഇനി ഹിഫ്ളാണ്. ഹിഫ്ള് വളരെ എളുപ്പമുള്ള ഭാഗമാണ്. എളുപ്പമുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ തഹ്ഫീൽ ഖുർആൻ. ഒന്ന്, മേൽപ്രകാരം കുട്ടികളെ ഇരുത്തി ഓരോ കുട്ടിയെ കൊണ്ടും താഴെ പറയുന്നവ മനപ്പാഠം ഓദിക്കാം. ഒന്ന്, സൂറത്തുൽ അസർ പൂർണ്ണമായും ഓതണം. 30 മാർക്കാണ്, തെറ്റാതെ ഓതണം. പിന്നെ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. പിന്നെ ഇല്ലല്ലദീന ഓതേണ്ട അടുത്ത് ചില കുട്ടികൾ ഇന്നല്ലദീന എന്നൊക്കെ ഓതും. അപ്പോൾ അക്ഷരത്തെറ്റിനൊക്കെ അതിനനുസരിച്ചിട്ട് മാർക്ക് പോകും. 2, സൂറത്തുൽ ഹുമസയിൽ നിന്ന് 7, 8, 9 അതായത് നാറുല്ലാഹിൽ മൂഖദ എന്ന് നമ്മൾ ഓതി കൊടുക്കും. ബാക്കി അവർ ഓതാം. അപ്പോൾ അങ്ങനെ പൂർണ്ണമായിട്ടും അവർ ഓതിയാൽ 15 മാർക്ക് കിട്ടും. ഒരായത്തിന് 5 മാർക്ക് വെച്ചിട്ട്. ഇനി അടുത്തത് മൂന്നാമത്തെ തദ്രീബിൽ പഠിപ്പിച്ച ദുആ ആണ്. അത് കാണാതെ ചൊല്ലിക്കൊടുത്താൽ 5 മാർക്കാണ്. ഏതാണ് ദുആ? തൗഫനി മുസ്ലിമൻ വൽഹഖ്നി ബിസ്സാലിഹീൻ. പേജ് നമ്പർ 22 തദ്രീബിൻ്റെ പേജ് നമ്പർ 22 ദുആ ആണ് നമ്മൾ ചൊല്ലിക്കൊടുക്കേണ്ടത്. തൗഫനി മുസ്ലിമൻ വൽഹഖ്നി ബിസ്സാലിഹീൻ. ഇത്രയും ആയാൽ ഹിഫ്ളിൻ്റെ പരീക്ഷ കഴിഞ്ഞ് ഹിഫ്ളിൻ്റെ പരീക്ഷയ്ക്ക് അവിടെ 50 മാർക്ക് കിട്ടുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ പരീക്ഷാ വിശേഷങ്ങൾ. നിങ്ങളുടെ വിശേഷങ്ങളും അറിയിക്കണം, കമൻറ്റിലൂടെ ദുആ ചെയ്യുക. നമ്മളെല്ലാവരെയും ഖുർആനിൻ്റെ അഹ്ലുകാരെ അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം, തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അടുത്ത പരീക്ഷയ്ക്ക് ഉഷാറായിട്ട് വരണം. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.